നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്, നമ്മളൊരു വണ്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണ് GST ആയിട്ട് അല്ലെങ്കിൽ GSTയുടെ സെസ്സായിട്ട് നമ്മൾ എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അതായത് നമ്മൾ പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട് വാങ്ങുന്ന വണ്ടികളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൊമേഴ്സ്യൽ യൂസിന് വേണ്ടി വാങ്ങുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രൈവറ്റ് യൂസിന് വേണ്ടി ഒരു കാർ വാങ്ങുമ്പോൾ എത്ര രൂപയാണ് GST ആയിട്ടും അതുപോലെ തന്നെ GST സെസ്സായിട്ടും കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് SUVകൾ, അതായത് ഈ GST ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് വണ്ടികളെ 7 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. 7 കാറ്റഗറിയിലാണ് നമ്മളതിനെ GST റേറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറിയിൽ SUV ആണ് വരുന്നത്. അപ്പോൾ SUV എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഒരു വണ്ടിയുടെ ലെങ്ത് 4 മീറ്ററിൽ കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 മില്ലിമീറ്ററിന് മുകളിലുമാണെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളെയാണ് SUV ആയിട്ട് GSTയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ GST റേറ്റ് വരുന്നത് 28% GSTയും അതുപോലെ തന്നെ 22% സെസ്സും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 50% ആണ് GST പ്ലസ് സെസ്സായിട്ടുള്ള ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ലക്ഷറി കാർസ് ആണ്. ആ ലക്ഷറി കാർ സെഗ്മെൻറ്റിൽ നമുക്ക് വരുന്നത് ഈ SUVs അല്ലാതെ വരുന്ന ലക്ഷറി കാർസ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 4 മീറ്ററിൽ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി നമുക്ക് 1500 cc മുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാറുകൾക്കാണ് നമുക്ക് GST 28%ഉം അതുപോലെ തന്നെ GST സെസ് 20%ഉം അങ്ങനെ ടോട്ടൽ 48% ആണ് GST പ്ലസ് സെസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി മിഡ് സൈസ്ഡ് കാർസ് ആണ്. മിഡ് സൈസ്ഡ് കാർസ് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് 4 മീറ്ററിൽ കൂടുതലും അതുപോലെ തന്നെ എൻജിൻ കപ്പാസിറ്റി 1500 cc താഴെയും, അതായത് ലെങ്ത്ത് 4 മീറ്ററിന് മുകളിലും എന്നാൽ എൻജിൻ കപ്പാസിറ്റി 1500 cc താഴെയും വരുന്ന പെട്രോൾ ആൻഡ് ഡീസൽ കാർസ്. ഇതിന് രണ്ടിനും നമുക്ക് GST റേറ്റ് വരുന്നത് 28%ഉം അതുപോലെ തന്നെ GST സെസ്സായിട്ട് വരുന്നത് 15%ഉം അങ്ങനെ ടോട്ടൽ 43% ആണ് നമുക്ക് GST അല്ലെങ്കിൽ GST സെസ്സായിട്ട് നമുക്ക് ടോട്ടൽ കൊടുക്കേണ്ടി വരുന്നത്. ഇനി നാലാമത്തെ കാറ്റഗറി സ്മോൾ കാർസ് ഡീസലാണ്. അപ്പോൾ സ്മോൾ കാർസ് ഡീസലിനകത്ത് 1500 cc താഴെ എൻജിൻ കപ്പാസിറ്റി ഉള്ളതും എന്നാൽ 4 മീറ്റർ ലെങ്ത്തിൽ താഴെ ആയിട്ടുള്ള വെഹിക്കിൾസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 28% GSTയും 3% സെസ്സും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 31% ആണ് നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നത് സ്മോൾ കാർസ് പെട്രോളാണ്. 1200 cc താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾ അതുപോലെ തന്നെ ലെങ്ത്ത് 4 മീറ്ററിന് താഴെ വരുന്ന പെട്രോൾ വാഹനങ്ങൾ, ഇങ്ങനെയുള്ളതിന് നമുക്ക് 28% GSTയും 1% പെട്രോൾ സെസ്സും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 29% ആണ് GST പ്ലസ് സെസ്സായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ആറാമത്തെ കാറ്റഗറി വരുന്നത് ഹൈബ്രിഡ് കാർസ് ആണ്. അതായത് ഇലക്ട്രിക്കും അതുപോലെ തന്നെ പെട്രോളും ഇത് രണ്ടും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് കാറുകളാണ്. ഇതിൻ്റെ GST റേറ്റ് വരുന്നത് 28%ഉം അതുപോലെ തന്നെ സെസ് വരുന്നത് 15%ഉം അങ്ങനെ ടോട്ടൽ 43% ആണ് നമുക്ക് ഹൈബ്രിഡ് കാർസിന് GST പ്ലസ് സെസ്സായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനി ആറാമത്തെ കാറ്റഗറി ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിന് വളരെ ടാക്സ് കുറവാണ്. 5% മാത്രമേ GST ഇനത്തിൽ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതിന് യാതൊരു വിധത്തിലുള്ള സെസ്സും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പ്രൈവറ്റ് യൂസിന് വേണ്ടി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് GST അല്ലെങ്കിൽ GSTയുടെ സെസ്സായിട്ട് അടയ്ക്കേണ്ടി വരുന്ന ഒരു ടാക്സ് റേറ്റ്. ഇത് കൂടാതെയാണ് നമ്മൾ റോഡ് ടാക്സ് അതുപോലെ തന്നെ നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് മേളിലുണ്ടെങ്കിൽ വണ്ടിയാണെങ്കിൽ 1% TCS, അത് ഇൻകം ടാക്സിൻ്റെ TCS ആണ്. അത് അവർ കളക്ട് ചെയ്താലും 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടിയാണെങ്കിൽ നമ്മളത് 1% കളക്ട് ചെയ്ത് നമ്മുടെ പേരിൽ അത് ഗവൺമെൻറ്റിലേക്ക് അവർ അടയ്ക്കുന്നുണ്ട്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഫണ്ട് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടിയാണെങ്കിൽ 1% സെസ്സായിട്ട് വരുന്ന പിടിക്കുന്ന തുക നമുക്ക് അത് ഏതാണോ നമ്മൾ വാങ്ങിക്കുന്ന സാമ്പത്തിക വർഷം, ആ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ നമുക്ക് ആ തുക തിരികെ റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ GSTക്കും സെസ്സിനും പുറമെ നമുക്ക് റോഡ് ടാക്സ് വരുന്നത് ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വെഹിക്കിൾസിന് 9% റോഡ് ടാക്സ് വരുന്നുണ്ട്. അതുപോലെ 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെയുള്ള വെഹിക്കിൾസിന് ഏകദേശം 11% റോഡ് ടാക്സ് വരുന്നുണ്ട്. അത് 10 തൊട്ട് 15 ലക്ഷം വരെയുള്ള കാറ്റഗറിയിലാണെങ്കിൽ റോഡ് ടാക്സ് ഏകദേശം 13%. 15 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെയുള്ള കാറ്റഗറിയിലുള്ള വെഹിക്കിൾസിന് റോഡ് ടാക്സ് 16%. 20 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്ന വെഹിക്കിൾസിന് റോഡ് ടാക്സ് ഏകദേശം 21%. അപ്പോൾ ഈ GST സെസ് ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ടിന്
കൂടാതെ നമുക്ക് ഈ റോഡ് ടാക്സ് ആയിട്ട് ഇത്രയും എമൗണ്ടും കൂടെ നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു SUV അല്ലെങ്കിൽ ഒരു ലക്ഷറി വെഹിക്കിളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം 70% മുകളിൽ നമ്മൾ റോഡ് ടാക്സ് ആയിട്ടും അതുപോലെ തന്നെ GST ആയിട്ടൊക്കെ ഗവൺമെൻറ്റിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒരു ലക്ഷറി കാർ വാങ്ങുന്നവർക്കൊക്കെ അതൊരു വലിയ ഇമ്പാക്റ്റാണ്. ഒരു ഏകദേശം 70% നമുക്ക് GST ആയിട്ടും അതുപോലെ തന്നെ റോഡ് ടാക്സും ഇനത്തിൽ നമ്മൾ 70% മുകളിൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.